ഹായ് ഫ്രണ്ട്സ്, ബീന സീക്രട്ട് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊണിൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിച്ചുകറിയാണ് പുളിശ്ശേരി. അതിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. നമുക്ക് പച്ചമാങ്ങായിട്ട് പുളിശ്ശേരി വെക്കാം, വെള്ളരിക്ക, കുമ്പളങ്ങ ഇതൊക്കെ ഇട്ട് പുളിശ്ശേരി വയ്ക്കാം. പിന്നെ സാധാരണയായിട്ട് കാണുന്ന പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ട്, ഏത്തപ്പഴത്തിൻ്റെ പുളിശ്ശേരി ഉണ്ട്, മാങ്ങയുടെ പുളിശ്ശേരി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരം പുളിശ്ശേരികളുള്ളപ്പോൾ നമ്മൾ സദ്യയിലൊക്കെ കൂടുതലും കാണുന്നത് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ ആയിരിക്കും വിളമ്പുന്നത്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപൻ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തന്നെയാണ്. അപ്പോൾ ബീന സീക്രട്ട് ഫ്ലേവേഴ്സിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ്. അതും കോവിലകം സ്റ്റൈൽ, അതായത് നിറയെ നെയ്യൊക്കെ ചേർത്ത് ശർക്കരയൊക്കെ ഇട്ട് നല്ല മൺചട്ടിയിൽ വെച്ച നല്ല കുറുകിയ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. മാമ്പഴ പുളിശ്ശേരി കാണുമ്പോൾ തന്നെ കൊതി വരാത്തവർ ആരാണുള്ളത്? പഴുത്ത മാങ്ങയുടെ സീസണിലാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുക. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ചട്ടി എടുക്കാം. നമ്മുടെ കയ്യിൽ 5 ചെറിയ ഒഴിച്ചുകൂട്ടാൻ മാങ്ങയാണുള്ളത്. കുറച്ച് പുളിപ്പും മധുരവും ചേർന്ന മാങ്ങയാണ് ഈ പുളിശ്ശേരിക്ക് ഏറ്റവും നല്ലത്. വലിയ മാങ്ങ വെച്ചോ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 കപ്പ് വെള്ളം. ഇത്രയും ചേർത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല, പിന്നെ നമ്മുടെ പുളിശ്ശേരി വളരെ ലൂസായി പോകും. ഇടത്തരം വലിപ്പമുള്ള ഒരു കഷ്ണം ശർക്കരയാണ് ഞാനിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മണ്ണൊന്നുമില്ലാത്ത ശർക്കരയായിരിക്കണം. ഇനി അഥവാ മണ്ണൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അതൊന്ന് ഉരുക്കി പാനി പോലെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ആദ്യം ചേർക്കുന്ന വെള്ളം അതിനനുസരിച്ച് കുറച്ചേ ചേർക്കാവൂ. ഇനി ഇത് അല്പനേരം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ 3 അല്ലി വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, 1/4 കപ്പ് വെള്ളം, ഇത്രയും ചേർത്ത് നന്നായി മയത്തിൽ അരച്ചിടും. ഇനി മാങ്ങ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി ആയതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തത്. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ആയിരിക്കണം. മാങ്ങ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി നമ്മുടെ മാങ്ങ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകി വളരെ കുറച്ച് വെള്ളമേ ചേർക്കാവൂ. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അരപ്പ് വെന്ത് വരും. പിന്നീട് നമ്മൾ ഉടച്ചു വച്ചിരിക്കുന്ന 1 കപ്പ് കട്ടിത്തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ വളരെ ലോയിൽ തന്നെ ആയിരിക്കണം. തൈര് ഒഴിച്ചാൽ നമ്മൾ തുടരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. ഇനി തൈരെല്ലാം നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ തൈര് തിളയ്ക്കാൻ പാടില്ല. ഇപ്പം നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ നോക്കൂ. അതിൻ്റെ കൺസിസ്റ്റൻസിയും തീരെ വെള്ളം പോലെയല്ല, അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ നമുക്കിത് ഇറക്കി വെച്ചതിന് ശേഷം താളിച്ച് കൊടുക്കാം. ഞാനൊരു ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ മറ്റോ താളിക്കാവുന്നതാണ്. ഇതിലേക്ക് അല്പം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് താളിപ്പ് ചെറുതീയിൽ മൂപ്പിച്ചെടുക്കാം. ഇത് നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നത് കൊണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ അതിനെ മൂപ്പിച്ച് ഇനി സ്റ്റൗ അണച്ച് നമ്മുടെ
മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ പുളിശ്ശേരിയുടെ പുറത്ത് നമ്മളിത് ഒഴിച്ചപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. അപ്പോൾ ഇതാ നമ്മുടെ കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല മധുരവും പുളിയും നെയ്യുടെ മണവും ഒക്കെ ചേർന്ന ഈ പുളിശ്ശേരി കണ്ടാൽ എത്ര ചോറ് വേണമെങ്കിലും നമ്മൾ കഴിച്ചു പോകും. ഈ മാങ്ങ ഇല്ലാതെ വെറും പുളിശ്ശേരി മതിയെങ്കിൽ മാങ്ങയും ശർക്കരയും ചേർത്ത് വേവിക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കി പച്ചമാങ്ങയോ വെള്ളരിക്കയോ കുമ്പളമോ ഒക്കെ ചേർത്ത് പുളിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ്. അതിന് പക്ഷേ മധുരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളും മാമ്പഴ പുളിശ്ശേരി ഈസിയായി ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. വീണ്ടും അടുത്ത വിഭവമായി കാണും വരെ ശുഭദിനം നേരുന്നു. ഗുഡ് ബൈ.